നമസ്കാരം. ഹെൽത്ത് റിസർച്ച് സ്കോളറിലേക്ക് സ്വാഗതം. ഇത്തവണത്തെ വീഡിയോ വ്യായാമത്തെക്കുറിച്ചാണ്. വളരെ ചുരുക്കി പറയുന്ന കാര്യങ്ങളാണ്. വ്യായാമം വളരെ അത്യാവശ്യമാണ് എന്ന് ഇപ്പോൾ പരക്കെ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ അംഗീകരിക്കപ്പെട്ടിട്ട് അധികം കാലമായിട്ടില്ല. അതിൻ്റെ പ്രാധാന്യം മനുഷ്യൻ മനസ്സിലാക്കി തുടങ്ങിയത് കഴിഞ്ഞ ഒരു 10-30 വർഷങ്ങൾക്കകമാണ്. അതിനു മുമ്പ് അങ്ങനെ ഒരു അത്യാവശ്യമുള്ള കാര്യമായിട്ട് ആരും അതിനെ കണക്കാക്കിയിരുന്നില്ല. എന്തുകൊണ്ടാണ് വ്യായാമം മനുഷ്യന് ആവശ്യമായി വരുന്നത് എന്ന് പറയുമ്പോൾ അതിന് നമുക്ക് പരിണാമത്തിലേക്ക് പോകേണ്ടി വരും. മനുഷ്യൻ എന്ന് പറഞ്ഞ സ്പീഷീസ് ഉണ്ടായി വന്നിട്ട് ഏകദേശം 2 ലക്ഷത്തോളം വർഷങ്ങളായി എന്നാണ് പറയുന്നത്. അതിൽ തന്നെ നമ്മളൊരു സിവിലൈസേഷൻ സംസ്കാരമായിട്ട് വന്നിട്ട് ഒരു 10,000 വർഷത്തോളമൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ. അതിനു മുമ്പ് നമ്മൾ ജീവിച്ചിരുന്നത് കാട്ടിൽ മൃഗങ്ങളെ വേട്ടയാടിയും അല്ലെങ്കിൽ ഫുഡ് ഇങ്ങനെ ആഹാരത്തിന് വേണ്ടി അലഞ്ഞു തിരിഞ്ഞ് നടന്നും അങ്ങനെയുള്ളൊരു ജീവിതശൈലിയായിരുന്നു മനുഷ്യനുണ്ടായിരുന്നത്. അപ്പോൾ ആ ജീവിതശൈലിക്ക് ഇണങ്ങുന്ന ജീൻസും ശരീരപ്രകൃതിയുമാണ് മനുഷ്യർക്കുള്ളത്. അപ്പോൾ അതായത് വ്യായാമം നിരന്തരമായി അനങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ജീവിയാണ് മനുഷ്യൻ. അത് നമ്മുടെ ഏറ്റവും അടുത്ത ജനിതകമായി നമ്മളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ജീവി എന്ന് പറയുന്നത് ചിമ്പാൻസിയാണ്. 99% ജീനുകളും നമുക്ക് ചിമ്പാൻസിയും നമ്മൾ ഒരേ ജീനുകളാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം അത്ര അടുപ്പം നമുക്ക് അവരുമായിട്ടുണ്ട്. പക്ഷേ ചിമ്പാൻസിയുടെ ലൈഫ് സ്റ്റൈലിൽ അവർ ഒരു ദിവസത്തിൻ്റെ ഭൂരിഭാഗവും മരങ്ങളിൽ റിലാക്സ്ഡ് ആയിട്ടിരിക്കുകയാണ്. അവർക്ക് അതുകൊണ്ട് യാതൊരു ദോഷവും സംഭവിക്കത്തില്ല. കാരണം അവരങ്ങനെയാണ് പരിണമിച്ചിട്ടുള്ളത്. കാരണം മരത്തിൻ്റെ മുകളിലായിട്ട് ആയതുകൊണ്ട് അവർക്ക് ശത്രുക്കളിൽ നിന്ന് ഓടി രക്ഷപ്പെടേണ്ടി വരുന്ന ഒരു അവസ്ഥയില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ശരീരം അതിനു വേണ്ടി ഇണങ്ങി വന്നിട്ടുള്ളതാണ്. നമ്മളങ്ങനെയല്ല. നമ്മൾ താഴെ ഇറങ്ങി വന്നതുകൊണ്ട് പലപ്പോഴും ആക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഓടേണ്ടി വരുന്നു, അല്ലെങ്കിൽ ജീവികളെ വേട്ടയാടാൻ വേണ്ടി ഓടേണ്ടി വരുന്നു. ഇങ്ങനെ നിരന്തരമായി അനങ്ങി ജീവിച്ച ഒരു ജീവിതശൈലി നമുക്ക് അങ്ങനെ പരിണാമത്തിൽ കൂടി രൂപപ്പെടുത്തിയത് കൊണ്ട് മനുഷ്യന് വ്യായാമം അത്യാവശ്യമാണ് എന്നുള്ളതാണ് പ്രധാനം. പക്ഷേ നമ്മുടെ ആധുനിക യുഗത്തിൽ സ്വാഭാവികമായി വ്യായാമം ചെയ്യാനുള്ള അവസരങ്ങൾ കുറഞ്ഞു വരികയാണ്. ഇപ്പം പഴയ പോലെ കുട്ടികളാണെങ്കിൽ തന്നെയും നടന്ന് സ്കൂളിൽ പോകുന്നില്ല, സൈക്കിളിൽ സ്കൂളിൽ പോകുന്നില്ല. വലിയ ആളുകളാണെങ്കിലും ജോലി ചെയ്യാനും ജോലി ചെയ്യുന്നിടത്തും കൂടുതൽ അനങ്ങാതെ ഇരിക്കുന്ന തരത്തിലുള്ള ജോലികളാണ് നമുക്ക് വരുന്നത്. അപ്പോൾ അതിന് മേക്കപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രത്യേകമായി വ്യായാമം ചെയ്തേ മതിയാവും. അതിനാണ് ലെഷർ ടൈം എക്സസൈസ് എന്ന് നമ്മൾ പറയുന്നത്. ഇപ്പോൾ ലോകാരോഗ്യ സംഘടനയുടെ എല്ലാം നിർദ്ദേശപ്രകാരം അവർ പറയുന്നത് ഒരു 150 മിനിറ്റ് ഒരാഴ്ച, അതായത് അരമണിക്കൂറോളം 5 ദിവസം മിതമായ വ്യായാമം എന്ന് പറഞ്ഞാൽ ഈ വ്യായാമം നമ്മുടെ ശരീര സംരക്ഷണത്തിന് വേണ്ടി, രോഗങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയുള്ള വ്യായാമം, അത്ര കഠിനമായ വ്യായാമത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. മിതമായ വ്യായാമം ഒരു 150 മിനിറ്റ്, അരമണിക്കൂർ വീതം ഒരു 5 ദിവസം ആഴ്ചയിൽ നടന്നാൽ അത് തന്നെ ധാരാളം മതി എന്നുള്ളതാണ് ലോകാരോഗ്യ സംഘടനയുടെ നിർദ്ദേശം. ഇനി അതിൽ കൂടുതലായതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള പ്രയോജനം കിട്ടും. പക്ഷേ ഇത്രയെങ്കിലും ചെയ്തിരിക്കണം. ഇനിയിപ്പോൾ മിതമായ വ്യായാമത്തിനേക്കാളും കൂടുതൽ നിങ്ങൾക്ക് വളരെ കഠിനമായ വ്യായാമം ചെയ്യാൻ തയ്യാറാണെങ്കിൽ 75 മിനിറ്റിൻ്റെ 3 ദിവസം ചെയ്താലും മതി എന്നാണ് അവർ പറയുന്നത്. അതായത് ഇപ്പോൾ ജിമ്മിലൊക്കെ പോയി ചെയ്യുന്ന പോലെ വളരെ കുറച്ചുകൂടി തീവ്രമായ വ്യായാമമാണെങ്കിൽ ഈ 150 മിനിറ്റ് പോലും വേണ്ട. അപ്പോൾ അത്രയും അധികം സമയമൊന്നും ചിലവാക്കാതെ തന്നെ നമ്മുടെ രോഗങ്ങളെ അകറ്റി നിർത്താനുള്ള തരത്തിലുള്ള വ്യായാമം നമുക്ക് ചെയ്യാൻ സാധിക്കും. എന്നാൽ ഇത് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ വ്യായാമമില്ലാത്ത ശരീരത്തിലാണ് പല രോഗങ്ങളും, ഇപ്പോൾ അമിതമായ ഭാരം, അതോടനുബന്ധിച്ച് ഡയബറ്റീസ്, ഹൃദ്രോഗം, അങ്ങനെ പല രോഗങ്ങളും വരാനുള്ള സാധ്യത കൂടുന്നു. ഈ എക്സസൈസ് കുറയും തോറും അതിനുള്ള സാധ്യത കൂടുന്നു. അതുകൊണ്ടാണ് വ്യായാമത്തിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് അതാണ്. എന്നാൽ ഈ 150 മിനിറ്റിനപ്പുറം നമ്മൾ ചെയ്താൽ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അതിന് പ്രയോജനം ഉണ്ടാകും. നിങ്ങളുടെ താല്പര്യം പോലെ ചില ആളുകളിപ്പോൾ മാരത്തോൺ ഓടാൻ തയ്യാറാവുന്ന ആൾക്കാരുണ്ട്. അത് വളരെ കഠിനമായ പരിശീലനം ആവശ്യമുള്ള, അല്ലെങ്കിൽ ജിമ്മിൽ പോയി വെയ്റ്റ് ലിഫ്റ്റിംഗ് ഒക്കെ നടത്തി ബോഡി ബിൽഡിംഗ് നടത്തുന്നു. തീർച്ചയായിട്ടും അതിൻ്റെ പ്രയോജനം ഉണ്ടാകും. പക്ഷേ ഇത്രയെങ്കിലും ചെയ്തിരിക്കണം എന്നുള്ളതാണ്. പിന്നെ ഇതുപോലെ തന്നെ ഏതാണ് നല്ല വ്യായാമം എന്നുള്ളതിനെക്കുറിച്ചും ഒരുപാട് ചിന്തകളുണ്ട്. അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതും ഏറ്റവും എളുപ്പമായിട്ടുള്ളതും പ്രത്യേകിച്ച് എക്യുപ്മെൻ്റൊന്നും വേണ്ടാത്തതും എന്ന് പറയുന്നത് നടത്തമാണ്. അതുകൊണ്ടാണ് എല്ലാവരും നടക്കണം എന്ന് ഉപദേശിക്കുന്നത്. പക്ഷെ നടക്കണം എന്ന് പറഞ്ഞാൽ അത് മാത്രമേ വ്യായാമമുള്ളൂ എന്നർത്ഥമില്ല. നിങ്ങൾക്ക് ഓടാനാണ് ഇഷ്ടമെങ്കിൽ ഓടാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സൈക്കിൾ ചവിട്ടാനാണ് ഇഷ്ടമെങ്കിൽ സൈക്കിൾ ചവിട്ടാം,
കളികളിൽ ഏർപ്പെടാണെങ്കിൽ ഇപ്പോൾ ഷട്ടിൽ കോക്ക് അങ്ങനെ പല ഗെയിംസിലും ആളുകൾ ഇടപെടും. ഇതെല്ലാം നല്ലത് തന്നെയാണ്. നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചുള്ള വ്യായാമം ചെയ്തിരിക്കണം എന്ന് നീന്തൽ നല്ല വ്യായാമമാണ്. അങ്ങനെ പല നമ്മുടെ ആക്ടിവിറ്റീസും ആക്റ്റീവായിട്ടിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പിന്നെ നമ്മുടെ താല്പര്യം അനുസരിച്ച് ഇതെല്ലാം ചെയ്യാം. നമുക്കിപ്പോൾ മാരത്തോൺ ഓടി എന്ന് പറയുന്നത് നമുക്ക് സ്വയം അതിനൊരു ഞാനൊരു കാര്യം ചെയ്തു എന്നുള്ളൊരു അഭിമാനം തോന്നാൻ അതിനുവേണ്ടി വേണമെങ്കിൽ നമുക്ക് ട്രെയിൻ ചെയ്യാം, തീർച്ചയായിട്ടും ചെയ്യുകയും ചെയ്യാം. അതുകൊണ്ട് നമ്മൾ ഈ ഹൃദയ നിരക്ക് കൂട്ടുന്ന തരം വ്യായാമത്തിനെയാണ് നമ്മൾ കാർഡിയോ വ്യായാമം എന്ന് പറയുന്നത്. അത് നമുക്ക് വളരെ അത്യാവശ്യമാണ്. പക്ഷേ ഇന്നത്തെ ഒരു ഗവേഷണ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് മാത്രം പ്രയോജനമില്ല. നമ്മുടെ മസിലുകളെ വികസിപ്പിക്കാനായിട്ട് റെസിസ്റ്റൻസ് വ്യായാമങ്ങളും കൂടി ചെയ്യണം. റെസിസ്റ്റൻസ് വ്യായാമം എന്ന് പറയുമ്പോൾ വെയ്റ്റ് ലിഫ്റ്റിംഗ് അല്ലെങ്കിൽ നമ്മുടെ ജിമ്മിൽ ചെയ്യുന്ന വ്യായാമം, അതുമില്ലെങ്കിൽ ഗ്രൗണ്ട് എക്സസൈസ് എന്ന് പറയുന്ന പുഷപ്പൊക്കെ പോലെയുള്ള നമ്മുടെ തന്നെ വെയ്റ്റ് ഉപയോഗിച്ച് ചെയ്യുന്ന വ്യായാമങ്ങൾ, ഇവയും കൂടി ചെയ്താലേ നമ്മുടെ വ്യായാമം പരിപൂർണമാകൂ എന്നുള്ളതാണ് ഇന്നത്തെ സങ്കല്പം.